പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ജമാഅത്തെ ഇസ്ലാമിയുടെ നാവെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. ഭീകരവാദത്തിന് കുടപിടിക്കുന്ന നയമാണ് കോൺഗ്രസിനുള്ളത്. മതം ചോദിച്ച് കൊന്നവരെ സതീശൻ ന്യായീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സതീശനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ ഗതി തന്നെയായിരിക്കുമെന്നും കെ.പി. ശശികല ടീച്ചർ പറഞ്ഞു. അഖിൽ പാലോട്ട് മഠത്തിൻ്റെ റിപ്പോർട്ട് കാണാം. ജമ്മു കാശ്മീരിലെ ഭീകരവാദ അക്രമത്തെ ന്യായീകരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഹിന്ദുക്കൾ അക്രമം നടത്തുമ്പോൾ ഹിന്ദുത്വ ഭീകരതയെന്ന മടിയില്ലാതെ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ഭീകരവാദ സംഘടനകൾ നേരിട്ട് നടത്തിയ, മതം ചോദിച്ച് ജാതി പറഞ്ഞ് നടത്തിയ ഈ അക്രമത്തെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതിപക്ഷ നേതാവ് അതിനെ കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഇപ്പോൾ നമ്മളോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ കൂടെ ചേരുന്നുണ്ട്. ടീച്ചറെ, ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, ഗുജറാത്ത് കലാപം നടത്തിയപ്പോൾ ഹിന്ദുക്കൾ എന്ന് ആരും പറഞ്ഞില്ല, ആവർത്തിച്ച് ഹിന്ദുത്വ ഭീകരത എന്ന് പറഞ്ഞവരാണ് ഈ കോൺഗ്രസ്സുകാർ. പക്ഷേ ഇപ്പോൾ നടന്ന ഭീകരവാദത്തെ, ഇസ്ലാം ഭീകരവാദം അല്ലെങ്കിൽ ഇത്രയും വലിയ തീവ്രവാദ അക്രമത്തെ ഒന്ന് തള്ളിപ്പറയാൻ പോലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ സാധിക്കില്ല എന്നതാണ് സത്യം. കാരണം മുസ്ലിം ലീഗിൻ്റെയും SDP-യുടെയും ഒക്കെ കോണിമ കയറിയിട്ടാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ ഇരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം ഇസ്ലാമിക ഭീകരർ എന്ന് പറഞ്ഞാൽ, അതിനെ തള്ളിപ്പറഞ്ഞാൽ, അതോടുകൂടി കോൺഗ്രസ്സുകാരുടെ കേരളത്തിൽ ആഫീസ് കൂട്ടി. ഇപ്പോൾ അവരുടെ അഖിലേന്ത്യാ നേതാക്കൾക്ക് വന്ന് മത്സരിക്കണമെങ്കിൽ ഒരു സുരക്ഷിത സീറ്റ് എന്ന് പറയുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദം എന്നൊരു വാക്ക് മിണ്ടിപ്പോയാൽ കോൺഗ്രസിൻ്റെ അഡ്രസ്സ് ഇല്ല. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ഇപ്പോഴും ഒരുപക്ഷെ വിജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോഴും ഒരു ദേശീയ പാർട്ടിയാണ്. അത്യാവശ്യം ശതമാനം വോട്ടും അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ അഖിലേന്ത്യാ തലത്തിൽ ദേശീയതയെ പറ്റി ഒട്ടും ചിന്തയില്ലാതെ ഈ സങ്കുചിതമായ താല്പര്യത്തെ മാത്രം മുൻനിർത്തിയാണ് വി ഡി സതീശൻ അടക്കമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഗുജറാത്തിൽ ഇന്ന് വരെ, ഒരുപക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ, ഗുജറാത്ത് കലാപത്തിൽ ധാരാളം ഹിന്ദുക്കളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഹിന്ദുത്വ ഭീകരർ എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. മാത്രമല്ല, മണിപ്പൂരിലെ വിഷയത്തിൽ ഹിന്ദു മതവുമായി ഒരു ബന്ധമില്ല. രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ കാലങ്ങളായി അവിടെ നടക്കുന്ന കലാപമാണ്. നമുക്കറിയാം, പതിറ്റാണ്ടുകൾ മൂക്കിൽ ട്യൂബും ഇട്ട് നടന്നിരുന്ന നേതാവിനെയൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാസ്തവമാണെന്നിരിക്കുകയും അതിൽ ഹിന്ദുത്വം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇവിടെ മതം ചോദിച്ച് വളരെ കൃത്യമായിട്ട്, അതായത് ഒരു പക്ഷേ വിവാഹവേളയിൽ മുടിയിൽ ചൂടിയ മുല്ലപ്പൂവിൻ്റെ മണം മാറുന്നതിന് മുമ്പ് വിധവയാക്കപ്പെട്ട ഒരു സ്ത്രീ അവിടെയുണ്ട്. അപ്പോൾ അവരൊന്നും ഒരിക്കലും അസത്യം പറയില്ല. കൃത്യമായി മതം ചോദിച്ചാണ് കൊന്നത്. ചിലർ അതിനുമപ്പുറം മതം അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയാണ് കൊന്നത് എന്നൊക്കെ അനുഭവസ്ഥർ ആ രക്തത്തിൻ്റെയും അല്ലെങ്കിൽ ആ മൃതശരീരത്തിൻ്റെയും മുന്നിൽ നിന്ന് പറയുമ്പോൾ അതിനെപ്പോലും അവിശ്വസിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്നത്. ഇത് വളരെ കടന്ന ക്രൂരതയായി പോയി എന്നാണ് പറയേണ്ടത്. ഇവരാണ് ഇസ്ലാമിക ഭീകരവാദത്തിന് കൊടപിടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന ചില പള്ളികൾക്ക് നേരെ നടന്ന അക്രമങ്ങളിൽ പോലും ചില കോൺഗ്രസിൻ്റെ നേതാക്കൾ, ചില മുൻ MP-മാരൊക്കെ തന്നെ ഫേസ്ബുക്കിൽ പോലും പോസ്റ്റ് ഇട്ടത് ഹിന്ദുത്വ ഭീകരത എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. TN പ്രതാപനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. ഇന്ന് പക്ഷേ ഇത്രയും ഒരു മുസ്ലിം ഭീകരവാദ അക്രമം നടന്നിട്ട് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല TN പ്രതാപന്റെ ഭാഗത്ത് നിന്ന്. ടീച്ചർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? തീർച്ചയായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ്. വിശുദ്ധ ഈസ്റ്റർ ദിനത്തിൽ ഹിന്ദുത്വ ഭീകരർ പള്ളിയിൽ കയറി ക്രിസ്തുമത വിശ്വാസികളെ കൈകാര്യം ചെയ്തു എന്നാണ്. അഹമ്മദാബാദിൽ എന്താണ് നടന്നത് നമുക്കറിയില്ല. എന്തോ ചെറിയൊരു ഇഷ്യൂ നടന്നതിൻ്റെ പുറത്ത് ഹിന്ദുത്വ ഭീകരർ ക്രൈസ്തവ വിശ്വാസികളെ എന്ന് എടുത്തു പറഞ്ഞ് പോസ്റ്റിട്ട പ്രതാപൻ ഇന്നലെ മതം ചോദിച്ച്, മതം നിശ്ചയിച്ച് കൊല നടത്തിയതിനെ പറ്റി ഒരിടത്ത് പോലും മതം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നമുക്കവിടെ കൃത്യമായിട്ട് അറിയാം, അവിടെ ഒരൊറ്റ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അമുസ്ലിങ്ങളായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഇസ്ലാമിക ഭീകരർ എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഇരയാക്കപ്പെട്ടവർ അമുസ്ലിങ്ങളാണ് എന്ന് പറയാനും പ്രതാപന് സാധിക്കില്ല. അപ്പോൾ പ്രതാപനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഇവരൊക്കെ തടവിലാണ്, ഇവിടുത്തെ ഇസ്ലാമിക ഭീകരതയുടെ തടവിലാണ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ കാശ്മീരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, കാശ്മീരിൽ ഈ സ്ഥലത്ത് പഹൽഗാമിൽ വി ഡി സതീശൻ ഉണ്ടായിരുന്നെങ്കിലും TN പ്രതാപൻ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെയും ഗതി ഇതേ ഗതിയൊക്കെ തന്നെ ആകുമായിരുന്നു എന്നാണ് അവർ ഓർക്കേണ്ടിയിരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, കേരളത്തിലെ ഹിന്ദുക്കളോട് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്രയും ഒരു അവിജ്ഞതയോടുള്ള ഒരു പെരുമാറ്റം, അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം. മറ്റു മതസ്ഥരോടൊന്നും ഇത്തരത്തിലുള്ള ഒരു അവജ്ഞതയോ അല്ലെങ്കിൽ ഒരു അവഹേളനമോ ഒന്നും ഈ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നില്ല. ഇത് ഹിന്ദു സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി എന്ന് തന്നെ നമുക്ക് കണക്കൂട്ടേണ്ടി വരില്ലേ? ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്, അതേസമയം കോൺഗ്രസിന്റെ ഗതികേടുമാണ്.
ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഗതികേടാണ്. കാരണം അല്പമെങ്കിലും ആളനക്കം ഉള്ളത് കേരളത്തിലാണ്. ആ ആളനക്കം മുസ്ലിം ലീഗിൻ്റെയും SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ അക്കൗണ്ടിൽ നിന്നാണ് ആ ആളനക്കം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവരെന്താണോ പറഞ്ഞത്, അവരുടെ നാവാണെന്ന് VD സതീശനും TN പ്രതാപനും അടക്കമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് എന്താണോ പറയുന്നത് അതിൻ്റെ ഒരു മൈക്കായി അവർ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ കോൺഗ്രസ്സിലൊരാൾ ചേർന്ന് കഴിഞ്ഞാൽ, പുതുതായി ഒരു പാർട്ടിയിൽ കോൺഗ്രസ്സിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഇവരെയും കൊണ്ട് കാഴ്ചവെക്കാൻ കൊണ്ടുവന്ന് പാണക്കാട്ടയ്ക്ക് അവിടെ കൊണ്ടുപോയി നടയിരുത്തിയിട്ട് മാത്രമേ അവർ പാർട്ടിയിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പം ഗതികെട്ടൊരവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന് ഗതികേടാം, പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ആ ഗതികേടിൽ പങ്കാളികളാക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ KP ശശികല ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുന്നു, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുസ്ലിം ഭീകരവാദ സംഘടനകൾ മതം ചോദിച്ചും ജാതി പറഞ്ഞും നടത്തിയ കൊലപാതകത്തെ അല്ലെങ്കിൽ ഈ കൊലവിളിയെ സതീശൻ ന്യായീകരിക്കുന്നതിനെതിരെയാണ് ഹിന്ദു ഐക്യവേദിയുടെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത്.